എന്നോടൊപ്പം എസ് ലല്ലു കൂടി ചേരുന്നുണ്ട്. ഈ തിരുവനന്തപുരം നഗരസഭയെ ബന്ധപ്പെട്ട കാര്യങ്ങളിലും മൊത്തത്തിലും ലല്ലുവിന്റെ ഒരു പ്രതികരണം കൂടി. ലല്ലു, ഈ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപിയും CPM തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടമാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലെങ്കിലും. പക്ഷേ ഇത്തവണ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. പൊതുവിൽ ഒരു പുറത്തേക്കെങ്കിലും അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രതികരിക്കാനിടയുണ്ട്. അരുൺ, എനിക്ക് തോന്നുന്നത് നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് UDFന്റെ ഇത്തവണ അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്. ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഏറ്റവും ആദ്യം അവർ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് കോർപ്പറേഷൻ ഏരിയയിൽ ഒരു വളരെ സജീവമായി ശബരിനാഥനെ പോലെ ഒരു ഫേസുള്ള ഒരു മുഖമുള്ള ഒരു സ്ഥാനാർത്ഥിയെ മേയർ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചുകൊണ്ട് നേരത്തെ അരുൺ പറഞ്ഞ പോലെ വൈഷ്ണവ് പോലുള്ള ചെറുപ്പക്കാരായ ജോൺസൺ ജോസഫ് ഉണ്ട്, പ്രതിപക്ഷ നേതാവ് എന്നറിയപ്പെടുന്ന ആള്, സ്ഥിരം പ്രതിപക്ഷ നേതാവ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. കാരണം അദ്ദേഹം വർഷങ്ങളായി തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെ നല്ല കടുത്ത മത്സരം ഉണ്ടെന്ന് പറയുന്നു. ഉള്ളൂർ വാർഡിൽ നല്ല മത്സരമാണ്. അപ്പോൾ ഈ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ നോക്കി നിർത്താൻ ഈ മൂന്ന് മുന്നണികൾക്ക് സാധിച്ചു എന്നുള്ളത് നിസ്സാര കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ശാസ്ത്രങ്ങളിൽ നോക്കിയാൽ മുൻ DGP ശ്രീലേഖയെ പോലുള്ള ഒരു വ്യക്തിത്വത്തെ ഇന്ത്യയെ നിർത്തുമ്പോൾ അവിടെ LDF നിർത്തിയേക്കുന്നത് ഒരു ചെറുപ്പക്കാരിയായ അമൃത എന്ന് പറഞ്ഞ ഒരാളെയാണ്. അവിടെ അതിശക്തമായ മത്സരമാണ്. ശാസ്ത്രമംഗലത്തായാലും കവടിയാറിലെ ശബരിനാഥനെതിരെ മത്സരിക്കുന്ന സുനിൽകുമാറായാലും ജനസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയാണ്. ഇത്തരത്തിൽ അപ്പോൾ VV രാജേഷിനെ പോലുള്ള സംസ്ഥാന നേതാവ് BJPക്ക് വേണ്ടി വീണ്ടും കൊടുങ്ങാനൂർ BJP മേയർ സ്ഥാനാർത്ഥി തോറ്റുപോകുന്നതാണ് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. അപ്പോൾ രാജേഷിന്റെ മറുപടി പറഞ്ഞത് അതവരുടെ സ്വപ്നം മാത്രമാണ്, വലിയ പുരുഷൻ ജയിക്കുന്നത്. പക്ഷെ അവിടെ കടുത്ത പോരാട്ടമുണ്ട്. UDFന്റെയും CPMന്റെയൊക്കെ കാര്യമായ പ്രചരണം അവിടെയുണ്ട്. അതാണ് ഈ എല്ലാ സ്ഥലത്തും വളരെ ആവേശകരമായ ഒരു മത്സരം. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിച്ചതുപോലെ തന്നെ ഒരു കടുത്ത പോരാട്ടം തന്നെ വളരെ ചെറിയ വ്യത്യാസത്തിലാണ് BJPക്ക് ഭരണം നഷ്ടപ്പെടുന്നത്. ആ ചെറിയ വ്യത്യാസം മറികടക്കാനുള്ള BJPയുടെ ശ്രമമുണ്ട്. അതോടൊപ്പം തന്നെയാണ് UDF വളരെ നേരത്തെ സ്ഥാനാർത്ഥികൾ. എനിക്ക് തോന്നുന്നു ഇത് രണ്ടുമായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രതികരിക്കുക. കാരണം UDFിനുണ്ടാകുന്ന നേട്ടം BJPക്ക് നഷ്ടമായി മാറുമോ എന്ന ആശങ്ക BJPക്കാർ തന്നെ പങ്കുവയ്ക്കുന്നത്. വളരെ കടുത്ത മത്സരമാണ്. CPMനെ LDFനെ സംബന്ധിച്ചിടത്തോളം അവര് കഴിഞ്ഞ തവണ ഏതാണ്ട് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള ശ്രമമുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, എല്ലായിടത്തും നിർത്തിയിരിക്കുന്നത് നല്ല സ്ഥാനാർത്ഥികളാണ്, നല്ല പോരാട്ടമുണ്ട്. ഈ വിമതന്മാരുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കടുത്ത പോരാട്ടമാണ്. UDF നല്ല കാൻഡിഡേറ്റ്സ് ആണ്. കഴിഞ്ഞ തവണത്തേക്കാൾ ശക്തമായ പോരാട്ടം അവർ കാഴ്ചവെക്കുന്ന പ്രതീക്ഷ UDF വയ്ക്കുമ്പോൾ അത് കൂടുതൽ പ്രതീക്ഷ എനിക്ക് തോന്നുന്നു CPM കേന്ദ്രങ്ങൾക്കാണ്. UDF അത്രയധികം നല്ല സ്ഥാനാർത്ഥി വരുമ്പോൾ BJPയിലേക്ക് കഴിവണ പോയ വോട്ടുകൾ തിരികെ UDFിലേക്ക് പോവുകയും അത് അനാവശ്യം. ശിവൻകുട്ടി പറഞ്ഞത് 75 സീറ്റ് ഇടതുമുന്നണി കിട്ടുമെന്നാണ്. ഈ കഴിഞ്ഞ തവണ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരത്ത് വർഷങ്ങളായി താമസിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാണ്. കഴിഞ്ഞ തവണ UDFന്റെ നഷ്ടമാണ് BJPയുടെ നേട്ടമായിട്ട് മാറിയത്. പക്ഷേ ആ പോയ വോട്ടുകളിൽ എത്രത്തോളം തിരിച്ചു പിടിക്കാൻ UDFന് സാധിക്കും എന്നുള്ള ചോദ്യവും അവിടെ ഉണ്ട്. പക്ഷേ ആ വോട്ടുകളടക്കം തിരിച്ചു വരുമെന്ന പ്രതീക്ഷ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തീരദേശമേഖലയിൽ നിന്ന് UDF സ്വപ്നം കാണാത്ത തിരിച്ചടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തിരിച്ചടി UDFിനുണ്ട്. അപ്പോൾ ആ തിരിച്ചടി മറികടക്കാനുള്ള സ്ട്രാറ്റജി അവർ അത്തരത്തിൽ നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നു. അതുപോലെ തന്നെ BJP അപ്രതീക്ഷിതമായ മുന്നേറ്റമുണ്ടാക്കിയ സ്ഥലങ്ങളിലെല്ലാം തങ്ങൾക്ക് കിട്ടേണ്ട വോട്ടുകാരാണ് അപ്പുറത്ത് പോയെന്ന ബോധ്യം UDFിനുണ്ട്. പക്ഷേ അത് എത്രത്തോളം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നതിനെ ആശ്രയിച്ചിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഫലം. ഒരു കാര്യം ഉറപ്പാണ്, ഈ പറഞ്ഞ പോലെ ആ ഒരു മത്സരത്തിൽ തന്നെയാണ് ഈ BJPയിലേക്ക് പോയ വോട്ടുകൾ UDFിലേക്ക് എത്രത്തോളം തിരിച്ചു വരുന്നു അത്രയും നല്ലത് എന്ന് CPM പറയാനുള്ള കാരണം അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPM ഈ വലിയ ആത്മവിശ്വാസം പറയുമ്പോഴും 10 വർഷത്തേക്ക് അടക്കുന്ന സംസ്ഥാന ഭരണം തുടർച്ചയായി 25 വർഷം പിന്നിട്ട് പോകുന്ന 35 വർഷത്തിലേറെയായി, അതായത് ഈ 5 വർഷം മേയർഷിപ്പ് ആയ ശേഷം ഇതുവരെ CPMനോട് നഷ്ടപ്പെട്ടിട്ടുണ്ട് നഗരസഭ. അത്തരം അവിടെ ഒരു ഭരണവികാരം ഉണ്ടാകാം. മാത്രമല്ല CPMന് സാധാരണ ഇല്ലാത്ത പോലത്തെ റിബൽ പ്രശ്നങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പിലുണ്ട്. വളരെ പ്രധാനപ്പെട്ട വാർഡുകളിൽ തന്നെ കാച്ചാണി നോക്കാം, ഇപ്പുറത്ത് വാഴോട്ടുകോണം, ഉള്ളൂര്, അങ്ങനെ പല വാർഡുകളിലും CPMന് റിബൽ സ്ഥാനാർത്ഥികളുണ്ട്. CPMൽ സാധാരണ സംഭവിക്കുന്നതല്ല. അപ്പോൾ അതൊക്കെ തിരിച്ചടിയാവില്ല. ഈ സിറ്റിംഗ് സീറ്റുകളൊക്കെ പോകാനുള്ളൊരു സാഹചര്യം അവിടെയും വരുന്നുണ്ട്. CPMനും വെല്ലുവിളികളുണ്ട് ഒരുപാട്. ഈ പാർലമെന്ററി വ്യാമോഹം പാർട്ടിക്കാർക്ക് പാടില്ല, മറ്റേ പാർട്ടി പ്രവർത്തകരായിരിക്കണം എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ താഴെത്തട്ടിൽ നിൽക്കുന്ന പ്രവർത്തകർക്കെങ്കിലും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ചരിത്രമില്ലാതെയായി അല്ലെങ്കിൽ മുൻപെങ്ങുമില്ലാത്ത തരത്തിൽ CPMന് ഇത്രയും റിബലുകളുടെ ഒരു സാന്നിധ്യം ഭീഷണി വേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഉള്ളൂർ പോലുള്ള സ്ഥലങ്ങളിൽ എത്രയോ കാലമായി CPM സഹായത്രയായ മനുഷ്യരാണ്. ലോക്കൽ കമ്മിറ്റിയിലടക്കം ഇരിക്കുന്ന ആൾക്കാർ ഇറങ്ങി പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് മത്സരിക്കുകയാണ്. അതാണ് പറഞ്ഞത്. അപ്പം ഈ BJP UDF ഫൈറ്റിൽ തങ്ങൾക്ക് നേട്ടമുണ്ടാകുമെന്ന് CPM പ്രതീക്ഷിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ചില തിരിച്ചടികൾ CPMനുണ്ടാകും എന്ന് CPMന് ഭയമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം
പലതരത്തിൽ ഈ പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പിന്നെ അരുൺ നേരത്തെ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരം അത് ഒരുപക്ഷെ ഈ ഫൈനലിന് മുമ്പുള്ള ഈ സെമി ഫൈനലിൽ ഒരുപക്ഷെ ഇത് എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ഒരു അളവ് പോലായിരിക്കും. എൻ്റെ ഒരു വിശ്വാസം അതിന് തന്നെയായിരിക്കും LDF ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഇനിയുള്ള ഒരു വലിയ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫലങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപ് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്ത് തരത്തിലുള്ള പ്രചാരണ രീതികളായിരിക്കണം, ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള നടപടികളിലേക്ക് CPM കടക്കുക എന്ന് തോന്നുന്നു. ഇത് എല്ലാ മുന്നണികൾക്കും UDF-നെ സംബന്ധിച്ചും എവിടെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്ന് അവർക്കും തിരിച്ചറിയാൻ പറ്റിയ ഒരു അവസരമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ഇതൊരു ഒരു എന്താണ് ഒരു വലിയ ഫൈനലിന് മുമ്പുള്ള ഒരു ഉരകല്ല. തീർച്ചയായിട്ടും ഉരകല്ലാണ്, പരീക്ഷണശാലയാണ്, പരീക്ഷണ വേദിയാണ്. എന്താണ് സംഭവിക്കുന്നത്? സർക്കാരിനെതിരായ വികാരമുണ്ടെങ്കിൽ ജനങ്ങൾ ആ വികാരമെല്ലാം ഇതിൽ പ്രകടിപ്പിച്ചാൽ ഒരുപക്ഷെ CPM-ന് സർക്കാർ തിരുത്താനുള്ള ഒരു അവസരമുണ്ട്. UDF-ന് ഇവിടെ പരാജയപ്പെട്ടാൽ വീണ്ടും ഒരു 3 മാസം 4 മാസമെങ്കിലും അവർക്ക് മെച്ചപ്പെടുത്താൻ അവസരമുണ്ട്. BJP-ക്ക് എല്ലാ തവണയും ഞങ്ങൾ മുന്നേറുന്നു പറയുമ്പോഴും അത് കണക്കുകൾ കാണിക്കാനുള്ള അവസരമാണ്. ഇത്തവണ അതില്ലെങ്കിൽ വീണ്ടും അവർക്ക് അതിൽ തിരുത്തേണ്ട പുതിയ നേതൃത്വമാണ് BJP-ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അവരെ നയിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു ഒറ്റ നേതാവിന് കീഴിൽ BJP നിൽക്കുന്ന സാഹചര്യമുണ്ട്. അവർക്ക് അതിനൊരു അവസരമാണ്. അങ്ങനെ 3 മുന്നണിക്ക് വളരെ പ്രധാനപ്പെട്ടാണ് സഹിത്ത് അത് തിരുവനന്തപുരം നഗരസഭയാണെങ്കിൽ പോലും സംസ്ഥാനം മൊത്തത്തിൽ നോക്കുമ്പോഴും അത്തരത്തിൽ 3 മുന്നണികൾക്കും അക്ഷരാർത്ഥത്തിൽ സെമി ഫൈനലൊന്നും അല്ലെങ്കിൽ ഈ ലല്ലു പറഞ്ഞതുപോലെ അവരുടെ ജനപിന്തുണയുടെ ഉരകല്ലായോ മാറാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ആവേശത്തോടുകൂടി ആ ഒരു ജാഗ്രതയോടുകൂടി തന്നെയാണ് 3 മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ചിത്രം അതങ്ങനെയാണ്. എന്തായാലും ഈ ക്ഷേമ പെൻഷനും സർക്കാരിന്റെ അവസാന ദിവസങ്ങളിലെ പ്രഖ്യാപനങ്ങളും എല്ലാ ഭരണവിവാദങ്ങളെയും മറികടക്കാൻ കഴിയും എന്ന് ഇടതു ക്യാമ്പ് വിശ്വസിക്കുന്നു. അതാണ് അവരുടെ ഒരു കോൺഫിഡൻസ്. പക്ഷേ ജനം അങ്ങനെ കരുതുമോ എന്നതാണ് തിരിച്ചറിയേണ്ട ഒരു കാര്യം. ക്ഷേമ പെൻഷനൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ സർക്കാരിൻ്റെ അല്ലെങ്കിൽ നഗരസഭയുടെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലുണ്ടാവും. അവരുണ്ടാക്കിയ വിവാദങ്ങൾ, ഭരണരംഗത്തുണ്ടായ പിഴവുകൾ അതൊക്കെ തെരഞ്ഞെടുപ്പിലേക്ക് വരില്ലേ എന്ന സ്വാഭാവിക സംശയം ജനങ്ങൾക്കും ഉണ്ടാവും. അതൊക്കെ അവരുടെ മനസ്സിലേക്കും വരുന്ന വിഷയങ്ങളാണ്. പക്ഷേ ഇതിനെയൊക്കെ ക്ഷേമ പെൻഷൻ പ്രഖ്യാപനം കൊണ്ട് മറികടക്കാൻ കഴിയുമെന്ന ഇടത് തന്ത്രത്തെ എങ്ങനെ വിജയിക്കുമെന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. അതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കളറും. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. അരുൺ, ഞാൻ മടങ്ങി വരാം. ഡാൻ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാശി നോക്കുമ്പോൾ നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ഇതാണ് യഥാർത്ഥ തെരഞ്ഞെടുപ്പ് പൂരം. പണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പറയാറുണ്ട് പാർട്ടി പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് ഈ നടക്കുന്നത് എന്ന കാര്യം. എല്ലാ അർത്ഥത്തിലും അത് അങ്ങനെ തന്നെയാണ്. കാരണം താഴേക്കിടയിൽ നിന്ന് എല്ലാ പാർട്ടികളുടെയും സംഘടന കെട്ടിപ്പടുക്കുന്ന ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതിന് വളരെ കളറുണ്ട്. ഇത്തവണ സംസ്ഥാനത്തെ മൊത്തം ചിത്രം പരിശോധിക്കുമ്പോൾ ഒന്ന്, തദ്ദേശ സ്ഥാപനങ്ങളിൽ 50% വനിതാ സംവരണം വന്നതോടുകൂടി നിയമപരമായി തന്നെ ആളുകളെ പുതുതായി കണ്ടെത്താൻ രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ ഒരു വെല്ലുവിളിയുണ്ട്. പക്ഷേ തിരുവനന്തപുരം നഗരത്തിലും അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ പൊതുചിത്രവും പരിശോധിക്കുമ്പോൾ നിരവധി യുവമുഖങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരുന്നു. അതിൽ വിദ്യാർത്ഥികളുണ്ട്. അതായത് തങ്ങളുടെ പഠനം ഒരു വശത്ത് നടക്കുന്നു, അല്ലെങ്കിൽ ജോലി എന്ന പുതിയ ഉത്തരവാദിത്തം, ഇതിനെയൊക്കെ ഒന്ന് തൽക്കാലം മാറ്റിവെച്ചുകൊണ്ടും മറ്റും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്ന് ഞങ്ങൾ പൊതുരംഗത്തേക്ക് വന്ന് ഒരു പരീക്ഷണം നടത്തുക എന്ന അവരുടെ ഒരു ആവേശം അത് വളരെ പ്രത്യേകതയുള്ളതാണല്ലോ. യുവമുഖങ്ങളെ കൂടുതലായി കണ്ടെത്താൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നുണ്ട്. അത് CPM-നായാലും LDF-നാണെങ്കിലും BJP-ക്കായാലും UDF-നായാലും സമാനമായൊരു ചിത്രമുണ്ടല്ലോ. ഇത്തവണ കോർപ്പറേഷൻ്റെ ഒരു ചിത്രം പരിശോധിക്കുമ്പോഴും ഈ യുവമുഖങ്ങളുടെ ഒരു പ്രാതിനിധ്യം അത് നമുക്ക് എടുത്തു പറയേണ്ടതല്ലേ?